ദൈവസ്നേഹത്തോടെ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഒരു ഉടമ്പടി ജീവിതം അഥവാ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇണപിരിയാത്ത ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ. എൻ്റെ ഓളോടേസടം പറയണതല്ല. വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലോ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാനകേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവവും നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ, നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും. ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻറ്റും അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്. ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം,
വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവർ പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെയാണ് തിരിച്ചറിയണത്. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് നീതു. ഞാനൊരു നേഴ്സാണ്. കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ കണ്ണൂർ ജില്ല കരിക്കോട്ടഗിരി ഇടവക അംഗമാണ്. ഇതെൻ്റെ മകൻ ഏഡ്രിയൽ ചാക്കോ. ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്കുണ്ടായ അനുഗ്രഹങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ ഇങ്ങനൊരു അമ്മയുണ്ടെന്നും അമ്മയുടെ അടുത്ത് വന്ന് നിയോഗം വെച്ചാൽ എല്ലാം സാധിച്ചു കിട്ടുമെന്നും എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോന് 5 വയസ്സ് പ്രായമായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 18-ാം തീയതിയാണ്. ആ സമയത്ത് എൻ്റെ മകന് ഏറെക്കുറെ 5 വയസ്സ് പ്രായമുണ്ട്. അവൻ്റെ പ്രായത്തിന്
ആ പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനം ഒന്നും അവൻ പറയാറില്ല. എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കുവാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ജോലിയായിരുന്നു, കോവിഡിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് അവൻ്റെ കെയർ ടേക്കറിനെ ഏൽപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ ജോലിക്ക് പോവുമായിരുന്നു. ആ സമയത്ത് മോൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി TV യോ മൊബൈലോ മോൻ്റെ കയ്യിൽ കൊടുക്കും. അവനത് കണ്ടുകൊണ്ടിരിക്കും. യാതൊരു കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് മോന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവനിങ്ങനെ കൈവച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആദ്യമൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരുപാട് പ്രയാസമായി. ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഇവർക്കെല്ലാം അപ്പോയിൻമെൻ്റ് എടുത്തു. അവർ മോനെ ചെക്ക് ചെയ്തിട്ട് അവരെല്ലാം പറയുന്നത് മോൻ നോർമലാണ്, വേറെ കുഴപ്പങ്ങളൊന്നും അവനില്ല, നിങ്ങൾ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, അവൻ സംസാരിച്ചോളൂ. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി ഇവിടെ വന്ന് ഇവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും മോൻ്റെ നെറ്റിയിൽ തൈലം പൂശി, ഇവിടുന്ന് വെഞ്ചരിച്ച് വിട്ട് തൈലം പൂശി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ മോന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡൗൺ സിൻഡ്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാതാവേ, അതുകൊണ്ടാണോ അവൻ സംസാരിക്കാത്തത് എന്നുള്ളൊരു സങ്കടം ഒത്തിരി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അതിനൊരു ഉത്തരം നൽകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അവനെ സ്കൂളിലും ചേർത്തു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയത്തക്ക രീതിയിൽ നല്ലൊരു മാറ്റം ഞാൻ അവനെ കണ്ടു. അവൻ നോർമലായിട്ട് മലയാളം തന്നെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാണ്ട് മലയാളത്തിൽ തന്നെ എല്ലാ വാക്കുകളും, അവന് വേണ്ടുന്ന സാധനങ്ങൾ, അവന് വേണ്ടുന്ന കാര്യങ്ങൾ, അവൻ്റെ ഡൗട്ട്സ് എല്ലാം തന്നെ അവൻ മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അവൻ്റെ പ്ലേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഒത്തിരി മാറ്റം ഇവനുണ്ട്, നിങ്ങൾ എന്താ ചെയ്തത്, ഒരുപാട് മാറ്റം ഈ കുഞ്ഞിൽ കാണുന്നുണ്ട്, അവനിപ്പം ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ബോയ് ആയിട്ടാണ് അവൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അമ്മ മാതാവ് നൽകിയ അനുഗ്രഹം ഒരുപാടാണ് എനിക്ക്. രണ്ടാമതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിലാൻഡ് പാത്വേ ആണ് ചൂസ് ചെയ്തത്. എൻ്റെ ഒരു ഡ്രീം കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു. ഓസ്ട്രേലിയയിൽ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായത്. അതിനുവേണ്ടി ന്യൂസിലാൻഡ് പാത്വേ ഞാൻ സെലക്ട് ചെയ്തു. OET എക്സാം എഴുതി, പാസ്സായി. അതിൻ്റെ ബാക്കി ഫോർമാറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫൈനലി ഡിസിഷൻ ലെറ്റർ എത്തേണ്ട സമയമായപ്പോൾ എനിക്ക് തടസ്സം. എല്ലാ ഫോർമാലിറ്റിയും എൻ്റെ ഫിനിഷായി, എല്ലാം 100% കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഡിസിഷൻ ലെറ്റർ വരുന്നില്ല. എൻ്റെ ക്യാപ് കോഴ്സിൻ്റെ അഡ്മിഷൻ ലെറ്ററും എനിക്ക് വരുന്നില്ല. ടെൻഷനായി, പ്രയാസമായി, സങ്കടമായി, മാതാവിനോട് പരാതി പറച്ചിലായി. എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ കൂട്ടുകാർക്കെല്ലാം, എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്തവർക്കെല്ലാം വന്നു, എനിക്ക് മാത്രം വരുന്നില്ലല്ലോ മാതാവേ. രണ്ടാം നീക്ക് ഞാനിവിടെ 2024 ജൂലൈ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി ഒടുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യം, എത്രയും പെട്ടെന്ന് എൻ്റെ ക്യാപ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഫോം എനിക്ക് വരണം. എനിക്ക് പോയി OSCE കംപ്ലീറ്റ് ആക്കി എനിക്ക് APC എടുക്കണം. അത് മുഖേന ഓസ്ട്രേലിയ പാത്വേ എനിക്ക് ട്രൈ ചെയ്യണം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായി ജൂലൈ 31 മുമ്പായിട്ട് മാതാവേ എൻ്റെ ഓഫർ ലെറ്റർ വരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇവിടെ വന്ന് 15 ഉടമ്പടി പുതുക്കി. 20 എനിക്ക് മെയിൽ വന്നു, ക്യാപ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സെപ്റ്റംബർ മാസം 1 ന്യൂസിലാൻഡിലേക്ക് OSCE ക്യാപ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് അവിടെയുള്ള ഫോർമാലിറ്റീസ്, അവിടുത്തെ എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ സ്മൂത്തായിട്ട് എനിക്ക് മാതാവ് നടത്തി തന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം, ഞാൻ ഈ ന്യൂസിലൻഡിന് പോകാൻ നേരത്ത് എൻ്റെ മോനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് നാൾ വിട്ടു നിൽക്കുന്നത്. ഒരു 3-4 മാസത്തോളം ഞാൻ അവനെ വിട്ടു നിൽക്കേണ്ടി വന്നു. അത് അവന് വലിയൊരു ട്രോമ ആയിരുന്നു. അവനെ ഞാൻ വിട്ടിട്ട് പോയതിൻ്റെ ഒത്തിരി ബിഹേവിയർ ചേഞ്ചസ് അവനിൽ കണ്ടു തുടങ്ങി. ടീച്ചേഴ്സ് എനിക്ക് സ്കൂളിൽ നിന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി, മോൻ്റെ ബിഹേവിയറിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്, ഒത്തിരി അഗ്രസീവ് ആകുന്നു അവന്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യമായി, അവൻ്റെ സ്പെക്സ് ഊരി എറിയും, അവൻ ബോക്സ് എടുത്തെറിയും, പെൻസിൽ കുത്തി ഓടിക്കും. അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് വരാൻ തുടങ്ങി. വീണ്ടും പ്രയാസമായി, എന്തേ ഇവനിങ്ങനെ?
ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് ഒരു 4 മാസത്തോളം ന്യൂസിലൻഡിൽ നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണേലും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. അവൻ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം. അവൻ്റെ ആ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ അവൻ്റെ ആ ഫസ്റ്റ് ക്വാളിറ്റി അവനിൽ നിന്ന് പോയാൽ അവൻ ആ ദേഷ്യമാണ്. വേറെ ആർക്കും ഫസ്റ്റ് കിട്ടുന്ന അവന് ഇഷ്ടമല്ല. എപ്പോഴും ഇവൻ തന്നെ ഫസ്റ്റിൽ നിൽക്കണം. ആ ഒരു ക്യാരക്ടറിലേക്ക് അവൻ മാറി. ഈ പറഞ്ഞതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് ഒരു പേപ്പർ എടുത്ത് ഞാൻ നിയോഗം എഴുതി വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പേപ്പർ ഞാൻ കൈ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുവാണ്, അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തും. ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് കേട്ട് ഞാൻ മടുത്തു. എന്നും കൂട്ടാൻ പോകുമ്പം പേടിയാണ്, ഇന്ന് എന്ത് കംപ്ലയിൻറ്റാണ് ടീച്ചർ പറയുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവൻ്റെ ക്ലാസ് ടീച്ചർ പറയുന്നത് ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് എൻ്റെ മോൻ. അവന് മറ്റുള്ളവരോടുള്ള ദേഷ്യം മാറി. ഇവന് ഗേൾസിനെ ഇഷ്ടമല്ലായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബോയ്സ് ആയിരുന്നു. ഗേൾസ് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഷെയർ ചെയ്യത്തില്ല, ഗേൾസിനൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കൂടുതലും വരുന്നത്. പക്ഷേ ഇപ്പം അവന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇവൻ ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നാണ് ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. അതും എനിക്ക് എൻ്റെ മാതാവ് നൽകിയ ഒരു അനുഗ്രഹമാണിത്. ഒത്തിരി ഞാൻ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ന്യൂസിലൻഡ് പാത്വേ വഴി ഞാൻ ഓസ്ട്രേലിയ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഞാൻ വിസ ഇട്ട സമയം റിസഷൻ്റെ ടൈമാണ്. ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും, ഒത്തിരി ലേറ്റാണ്, പ്രോസസ്സിങ് ഒത്തിരി ലേറ്റാണ് തടസ്സത്തിലുപരി. ഞാൻ മാർച്ച് മാസം 2025 മാർച്ച് 12-ാം തീയതിയാണ് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് ഓസ്ട്രേലിയയുടെ വിസയ്ക്ക് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. അതിനുശേഷം ചോദിക്കുമ്പോഴെല്ലാം യാതൊരു അപ്ഡേറ്റ്സും ഇല്ല എന്നാണ് ഏജൻസി പറയുന്നത്. കേസ് ഓഫീസറായിട്ടില്ല, കേസ് ഓഫീസറായി കഴിയുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് മാത്രം ഒരു മറുപടിയാണ് അവർ തന്നുകൊണ്ടിരുന്നത്. അന്നേരം ഒരുപാട് ടെൻഷനായി, സങ്കടത്തിലുപരി ദേഷ്യമായിപ്പോയി. ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് എല്ലാം ചോദിക്കുന്നു, പോകാറായില്ലേ, എന്നാ പോകുന്നത്, എന്തിനാ ജോലി കളഞ്ഞിട്ട് വന്നേ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഈ ഫ്രസ്ട്രേഷൻസ്, ഈ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിപ്പോയി. എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു ഈ കാര്യം. ഒരു പക്ഷേ എൻ്റെ മമ്മി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒത്തിരി മമ്മിയുടെ അടുത്ത് ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ സ്ട്രെസ്സ് മുഴുവൻ ഞാൻ മമ്മിയുടെ അടുത്തായിരുന്നു തീർക്കുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നിയില്ല അന്നേരം. അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാനിങ്ങനെ സങ്കടമല്ല, കുറ്റം പറയും. എനിക്ക് മാത്രം എന്തോ ഒന്നും തരാത്തേ. ആദ്യം കോഴ്സിനാണേലും എനിക്ക് ഡിലേ ആക്കി, ഇതും എനിക്ക് ഡിലേ ആവുക, എന്നെനിക്കൊന്ന് പോകാൻ പറ്റും. മാതാവേ, എൻ്റെ തീരുമാനം തെറ്റായിപ്പോയോ, ഞാനിനി എന്താ ചെയ്യുന്നേ, നാട്ടിൽ സ്റ്റക്കായി പോവോ? അങ്ങനെ എപ്പോഴും ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആയിരുന്നു മാതാവിൻ്റെ അടുത്ത്. ഇത്രയും നാൾ നടന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി പറയാതെ എന്നും മാതാവിൻ്റെ അടുത്ത് പരാതിയും കംപ്ലയിൻറ്റുമായിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നിയോഗം വെച്ചു. അമ്മേ മാതാവേ, ഡിസംബർ 25-ാം തീയതി നിൻ്റെ തിരുക്കുമാരൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരണം, അത് എനിക്കൊന്ന് നേടിത്തരാവോ മാതാവേ എന്ന് മാതാവിനോട് ഞാൻ അങ്ങോട്ടൊരു നിബന്ധന വെച്ച്, ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്ന് മെയിൽ ചെക്ക് ചെയ്യും, നിരാശയാണ് ഫലം, ഒരു റിസൾട്ടും ഇല്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഒക്ടോബർ മാസം, മാതാവിൻ്റെ കൊന്തമാസം, ജപമാല മാസം ഒക്ടോബർ 3-ാം തീയതി എനിക്ക് മെയിൽ വരുവാണ്. ഫാമിലിയോടുകൂടെ നിൻ്റെ PR വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഗ്രാൻഡ് ലെറ്ററാണ് എനിക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനും എനിക്കും 5 വർഷത്തെ ഓസ്ട്രേലിയൻ വിസ, വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ നോമിനേഷൻ കിട്ടി. എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വിസ കിട്ടിയതിന് ശേഷം ഉള്ള അടുത്ത പ്രാർത്ഥന ഒരു ജോലിയോടുകൂടെ പോകണമെന്നായിരുന്നു. കാരണം അത്രയും വലിയൊരു കൺട്രിയിൽ നമുക്ക് ജോലി ഇല്ലാണ്ട് പോയാൽ, ഫാമിലിയായിട്ട് പോയാൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. സ്പെഷ്യലി നമ്മൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ജോലി ഇല്ലാണ്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ജോലിക്കൊന്നും നീ വെയിറ്റ് ചെയ്യണ്ട, കയറി പോരെ, സമയം കളയണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി നേടാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഒരു ജോലിയോടുകൂടെ പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ എന്നും ആപ്ലിക്കേഷൻ ഇടും, എന്നും റിജക്ഷൻ. ഇടുന്നതിനേക്കാളും കൂടുതൽ റിജക്ഷൻ മെയിലാണ് എൻ്റെ ഇൻബോക്സിലുള്ളത്. മെയിൽ ബോക്സിൽ ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരൊറ്റ ക്വസ്റ്റ്യനാണ് എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ച്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ മാസം 28-ാം തീയതി, അടുത്ത ശനിയാഴ്ച, ഞാൻ എൻ്റെ ഫാമിലിയോടുകൂടെ ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ഞാൻ പോവുകയാണ്. ഏപ്രിൽ 7-ാം തീയതിയാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്.
എനിക്ക് മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ സാമ്പത്തിക മേഖലയിൽ മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. വിസ ഇടേണ്ട സമയവും എല്ലാം എനിക്ക് ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടോ, നിനക്ക് വേണോ, സഹായം വേണോ, എന്തെങ്കിലും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ ഒരു മടി കാണിച്ചാൽ പോലും എന്നെ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പൈസ തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് ചോദിച്ചാൽ, നേരത്തേക്ക് ഞാനൊരു ജപമാല സന്ധ്യപ്രാർത്ഥന ചൊല്ലിയ ആ പേരിനൊരു ജപമാല ചൊല്ലി തീർക്കുക എന്നാണ്, അല്ലെങ്കിൽ കുർബാന കൂടാൻ പോയാൽ ആ പേരിന് ക്രിസ്ത്യാനിയാണല്ലോ ഒരു കുർബാന കാണണം, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണം എന്നുള്ളൊരു കടമ തീർക്കാനാണ്. പക്ഷേ ഇന്ന് ഞാനൊരു കുർബാനയിൽ പങ്കെടുത്താൽ ആദ്യം മുതൽ അവസാനം വരെ ഭക്തിയോടുകൂടി നിന്ന് ആ കുർബാന എനിക്ക് പങ്കെടുക്കാനും വേണ്ട രീതിയിൽ കുമ്പസാരിച്ച് കുർബാനയെ കൈക്കൊള്ളാനും ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം കിട്ടി. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എത്ര നിയോഗങ്ങൾ വെച്ചാലും എത്ര കംപ്ലൈൻറ്റ് മാതാവിൻ്റെ അടുത്ത് കൊടുത്താലും നമ്മുടെ സമയം വരുമ്പോൾ അത് ഒരു തടസ്സവും ഇല്ലാണ്ട് മാതാവ് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തരും. അത് ഉറപ്പാണ്. എൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരെ നോക്കിക്കണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമുക്കത് മാതാവ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാതാവ് അത് തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സമയത്ത് മാതാവ് അത് കൃത്യം നമുക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നാലാകുന്ന സഹായങ്ങൾ ഞാൻ സാമ്പത്തികമായിട്ടാണേലും വസ്ത്രങ്ങൾ കൊടുത്താണേലും ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുത്തു ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജപമാല ഓർഡർ കൊടുത്ത് അത് വാങ്ങിച്ച് ഞാൻ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം പറയാനാണെങ്കിൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് അത് കൊടുക്കാനുള്ള കൃപാവരം എനിക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു വ്യക്തി പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ മറന്നു പോകുമെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാനത് പേപ്പറിൽ എഴുതി വെക്കും. എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വലിയ പേപ്പറുണ്ട്, അതിലാണ് മുഴുവൻ നിയോഗങ്ങൾ അക്കങ്ങളിട്ട് ഞാൻ എഴുതി വെച്ച് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രാർത്ഥനയും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരുടെ എല്ലാവർക്കും ആ പ്രാർത്ഥന മാതാവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മാതാവ് ഈ നിയോഗങ്ങളെല്ലാം നടത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപാവരം എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.